പലതരത്തിലുള്ള ഫയർ, അതായത് സോളിഡ് ഫയർ ഉണ്ട്, ലിക്വിഡ് ഫയർ ഉണ്ട്, ഗ്യാസ് ഫയർ ഉണ്ട്, പലതരത്തിലുള്ള ഫയറുകളുണ്ട്. അപ്പോൾ ഏതാണോ കത്തുന്നത്, എന്താണോ കത്തുന്നത് അതിനനുസരിച്ചുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇതിൽ വന്നിട്ട് ഈ ABC ടൈപ്പിൽ വന്നിട്ട് മോണോ അമോണിയ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന കെമിക്കലാണ് വരുന്നത്. അതിൻ്റെ കൂടെ 15 പ്രഷറിൽ നൈട്രജനാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ABC ടൈപ്പാണെന്ന് പറഞ്ഞു. ABC എന്ന് പറയുന്നത് ABC എന്ന് പറയുന്നത് ഫയറിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. A എന്ന് പറയുന്നത് ഓർഡിനറി ഫയറാണ്. അതായത് ഓർഡിനറി ഫയറിൽ വരുന്ന പേപ്പർ, വുഡ്, അതുപോലെ ക്ലോത്ത് ഐറ്റംസ്, കത്തിച്ചാരമാകുന്ന ഐറ്റംസ് ഉണ്ടായിരുന്നു. B എന്ന് പറയുന്നത് ഫ്ലെയിമബിൾ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ആണ്. അതായത് പെട്രോൾ, ഡീസൽ, കെറോസിൻ, അതുപോലെ LPG ഗ്യാസ്, ഇതെല്ലാമാണ് വരുന്നത്. C എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഫയറാണ്, നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് മൂലം ഉണ്ടാകുന്ന ഫയർ. ഇങ്ങനെ 3-4 ഫയറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മൾട്ടി പർപ്പസ് ഫയർ എക്സ്റ്റിംഗ്വിഷറാണ് ഇത് ABC ടൈപ്പ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഏത് ഫയറിന് വേണമെങ്കിലും യൂസ് ചെയ്യാം, മൾട്ടി പർപ്പസ് ആണ്. ഇത് വന്നിട്ട് DCP ടൈപ്പ് ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്നാണ് പറയുന്നത്. അതായത് ഡ്രൈ കെമിക്കൽ പൗഡർ. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് സോഡിയം ബൈകാർബണേറ്റ് പറഞ്ഞ കെമിക്കലും അതിൻ്റെ കൂടെ പ്രഷറിനായിട്ട് യൂസ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്, CO2 ആണ്. അത് ഈ കാഡ്രിഡ്ജ് ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ പ്രഷറിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് 120 ഗ്രാമിൻ്റെ കാഡ്രിഡ്ജാണ്. അതായത് 5 kg കപ്പാസിറ്റിക്ക് 120 ഗ്രാം. അതങ്ങനെ അതിൻ്റെ കപ്പാസിറ്റി കൂടുമ്പോൾ അതിൻ്റെ പ്രഷറിന് യൂസ് ചെയ്യുന്ന കാഡ്രിഡ്ജിലും ഇതുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഇത് യൂസ് ചെയ്യേണ്ടത് ഇത് നമ്മൾ ഫുൾ ടൈറ്റ് ആയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഇന്നലെ യൂസ് ചെയ്തപ്പോൾ ഇത് പൊട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം ആദ്യം. അതായത് ഫുൾ ടൈറ്റിലാണ് നമ്മൾ വെക്കുന്നത്. എന്നിട്ട് ഇവിടെ ഇതിൽ ഫുൾ ലോക്കഡ് ആയിരിക്കും, ഫുള്ളായിട്ട് ടൈറ്റ് ആയിരിക്കും. എപ്പോഴും നിങ്ങൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുക്കുന്ന സമയത്ത് ഇത് ആദ്യം യൂസ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് അത് ടൈറ്റ് ആണോ എന്നൊന്ന് കൺഫേം ചെയ്യുക. ജസ്റ്റ് വെറുതെ തിരിച്ചു നോക്കുക. കൈ കൊണ്ട് തിരിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ടൈറ്റ് അല്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിത് ചിലപ്പോൾ അടിക്കുന്ന സമയത്ത് നമ്മുടെ ഫേസ് ഇങ്ങനെ കറക്റ്റ് ഡയറക്ഷനിലായിരിക്കും. അടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടി അതേ മുകളിലേക്ക് തെറിച്ചിട്ട് നമ്മുടെ ഫേസിൽ തന്നെ അടിച്ചിട്ട് അങ്ങനെ കുറേ ഇഞ്ചുറി കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഇത് ഫുൾ ടൈറ്റ് ആണോ എന്ന് നോക്കുക. അതിനുശേഷം യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ഫേസിൻ്റെ ഡയറക്ഷനിലായിരിക്കാൻ പാടില്ല. ഇത് കുറച്ച് ചരിച്ച് വെച്ചിട്ട് വേണം അടിക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ കൈ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ബ്രേക്ക് ആവണമെന്നില്ല. അപ്പോൾ കുറച്ച് നിങ്ങളുടെ അടുത്തൊരു കല്ലോ അല്ലെങ്കിൽ എടുത്തിട്ട് ഒരു ചുമരിലേക്ക് ഇടിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അതിനുശേഷം ഇത് വർക്കാവുന്നത് ഇതിനകത്ത് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലോ, അത് ആ ഒരു ഇന്നർ കണ്ടെയ്നർ വരും ഉള്ളിൽ, അതിലേക്ക് പോയിട്ട് അതിനടിയിൽ കൂടെ പൗഡറിലേക്ക് മിക്സായി എന്നിട്ടാണ് സ്റ്റോർ ചെയ്തത്. അതായത് പ്രഷറോട് കൂടിയിട്ട് ഔട്ട്സൈഡിലേക്ക് ഡിസ്ചാർജ് ആവുന്നത്. അപ്പോൾ അതിനൊരു ടൈം ഡിലേ ഉണ്ടാവും. ഇത് അങ്ങനത്തെ അല്ല. ഇത് വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനെ പാസ് എന്നാണ് ഷോർട്ടായിട്ട് പറയുന്നത്. അതായത് പുള്ള്, എയിം, സ്ക്വീസ്, സ്വൈപ്പ്, വേറെ ഒന്നുമല്ല. ഇങ്ങനെ ഒരു പിന്ന് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് നമുക്ക് എല്ലാ ഫയറിനും യൂസ് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ ഏത് ഫയറിനെ ക്ലാസിഫൈ ചെയ്യാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഒരു ഫയർ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് എടുക്കാൻ വരുന്ന സമയത്ത് ഗേജ് നോക്കുക. ഈ ഗേജിൽ 15 ബാർ പ്രഷർ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ഇതിപ്പോൾ ഡൗൺ ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, 15 ബാർ എന്ന് പറയുന്നത് ഈ ഗ്രീനിൻ്റെ സെൻറ്ററിലെ ലൈനാണ്. അപ്പോൾ ഇത് നോക്കി കൺഫേം ചെയ്യുക. അതിനുശേഷം ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്തുകൊണ്ട് പോയതിന് ശേഷം പിന്നെ റിമൂവ് ചെയ്യുക, അതായത് പുള്ള്. അതിനുശേഷം എയിമിംഗ് ആണ്, ഫയറിനെ എയിം ചെയ്യുക. അതിനുശേഷം പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുന്നതോടൊപ്പം സൈഡ് ടു സൈഡ് സ്വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, പിന്നെ ഇത് വന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇത് ഫുള്ളായിട്ട് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇത് നമുക്ക് ഇലക്ട്രിക്കൽ ഫയറിന് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇത് യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഹോസിനെ എയിം ചെയ്യുക. ഹോസ് ഫയറിനെ എയിം ചെയ്യുക. ഒരിക്കലും ഇത് ഹോസിൻ്റെ ഇവിടെയോ ഇല്ലെങ്കിൽ ഈ ഭാഗത്തായിട്ടോ പിടിക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇത് കൊടുത്തിട്ടുണ്ട്, റബ്ബറിൻ്റെ ഒരു ഇതാണ് വരുന്നത്. ഓക്കെ, ഇതിൽ പിടിക്കുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരും. ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലിക്വിഡ് ഫോർമേഷനിലാണ് ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നത്. ഇത് പുറത്തേക്ക് വരുമ്പോൾ ഗ്യാസിൻ്റെ രൂപത്തിലായിരിക്കും, അതായത് പുക പോലെ ആയിരിക്കും, ഭയങ്കര കോൾഡായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തണുപ്പിൽ നമ്മുടെ സ്കിന്ന് അതിനോട് ഒട്ടിച്ചേരും. അതുകൊണ്ട് ഈ റബ്ബറിൻ്റെ ഈ സൈഡ് മാത്രമേ പിടിക്കാവൂ. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യുന്നത് ഇത് കൺട്രോളബിൾ അല്ലേ? ഇത് കൺട്രോളബിൾ. അതായത് നമ്മൾ ഈ ടാപ്പൊക്കെ തുറക്കുന്ന ആ മോഡൽ തന്നെയാണ്. എയിം ചെയ്തു ജസ്റ്റ് ഇങ്ങോട്ട് ഓപ്പൺ, അതായത് ടാപ്പ് തുറക്കുന്ന ആ ഒരു ഡാഷ് ഒന്നുകൂടെ കാണിക്കൂ. എയിം ചെയ്യാം. ഇത് യൂസ് ചെയ്യാനാണല്ലോ. ഇത് പറഞ്ഞാൽ ജസ്റ്റ് പിന്നെ റിമൂവ് ചെയ്യാം. അതിനുശേഷം ഫയർ എക്സ്റ്റിംഗ്വിഷർ എപ്പോഴും ഇങ്ങനെ അടിഭാഗത്തായിട്ടാണ് പിടിക്കേണ്ടത്. എന്നിട്ട് പിന്നെ റിമൂവ് ചെയ്തു, ഫയറിനെ എയിം ചെയ്തു, പ്രസ് ചെയ്തു. അതിനോടൊപ്പം സൈഡ് ടു സൈഡ് സ്വൈപ്പ് ചെയ്യാം. എന്താണോ കത്തുന്നത് അതിൻ്റെ ബേസ് പോയിന്റിലായിട്ട് അടിക്കും. അതായത് ഒരുപാട് മുകളിലോ സൈഡോ ആയിട്ടല്ല, എന്താണോ കത്തുന്നത് ഡയറക്റ്റ് പോയിന്റിലേക്ക് അടിക്കുക. എന്നിട്ട് സൈഡ് ടു സൈഡ് സ്വൈപ്പ് ചെയ്യുക. ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ
എവിടെ അത് അപ്ലൈ ചെയ്യുന്നത് എവിടെയാ? എവിടെയായിട്ട് അപ്ലൈ ചെയ്യും? ആ, ഇതാണ് നമ്മുടെ പ്രശ്നമായിട്ട് യൂസ് ചെയ്യുന്ന ക്യാരറ്റ്. ഇത് കാർബൺ ഡൈ ഓക്സൈഡാണ്, 120 ഗ്രാമാണ്. ഇത് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ പിന്നാണ് ഇതിലേക്ക് പ്രസ് ആവുന്നത്. ഇതിൻ്റെ സീല് പൊട്ടിയിട്ട് ഇതിൽ ഈ ഹോള് കാണുന്നില്ലേ, ഈ സൈഡ് ഹോൾ കാണുന്നില്ലേ, ഈ മൂന്നെണ്ണമായിട്ട് വരും. ഈ ഹോള് വഴിയായിരിക്കും ആ കാർബൺ ഡൈ ഓക്സൈഡ് ഈ കണ്ടെയ്നറിലേക്ക് വരുന്നത്. ഇതാണ് ഇന്നർ കണ്ടെയ്നർ പറയുന്നത്. ഓക്കെ, ഈ കണ്ടെയ്നറിനകത്തേക്ക് വരും. ഇതിൻ്റെ അടിയിലായിട്ടൊരു ഇതുണ്ട്, ഹോളുണ്ട്. ഇതിന് ചുറ്റും ഫുൾ പൗഡറായിരിക്കും. അത് ആ പൗഡറിലേക്ക് പോയി മിക്സ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ട്, അതായത് ആ പ്രഷറോട് കൂടിയിട്ട് പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യണം ചെയ്യുന്നത്. നമുക്കൊരു ഫയർ ഉണ്ടാക്കാൻ പറ്റുമോ ഇവിടെ ചെറുതായിട്ട്? ഓക്കെ, പറ്റുമോ? കൺട്രോൾ ചെയ്യാൻ പറ്റണം. പറ്റുമോ? അല്ല, അത് പടർന്ന് പിടിക്കാൻ പറ്റാത്ത സ്ഥലത്താവണം. ഇവിടെ ബാക്കിൽ എവിടെയെങ്കിലും പറ്റുമെങ്കിൽ നിങ്ങൾ നോക്കൂ. ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ നമ്മൾ ഡെമോ ചെയ്യുന്നത്. നമ്മൾ വെറുതെ ചപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ കാറ്റുമാണ്, വെയില് കാര്യങ്ങളാണ്. കാരണം ഒരു ചപ്പ് ഇവിടെ വേണ്ട. ഇതില് അതിന് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഹോസിൽ എന്തെങ്കിലും അടഞ്ഞിട്ടുണ്ടാവും. അടിച്ചോളൂ, ഹോസ് പിടിക്കാതെ